സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മാളയിലെ അവസാന വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരാണുള്ളത്. എൻ്റെ പേര് ടിൻസൺ തോമസ്, ഋഷി ദിവാകർ, പോൾ ജോൺ, പ്രശാന്ത് നായർ. ഞങ്ങളുടെ ഗൈഡ് മിസ് അൻസ മാത്യു. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് സ്മാർട്ട് അസിസ്റ്റൻറ്റ് ഫോർ ഡെഫ് ആൻഡ് ഡംബ് എന്നാണ്. അതായത് സംസാരശേഷിയും കേൾവിശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ ഒരു നോർമൽ ബേസിക്കലി ഒരു സൈൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡെഫ് ആൻഡ് ഡംബ് പേഴ്സൺ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഡിവൈസിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് യൂസർക്കും ആ ഒരു ലാംഗ്വേജിനോട് അവെയർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. അതോടൊപ്പം തന്നെയുള്ള ടെക്നോളജിക്ക് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗസ്റ്റ് വോക്കലൈസർ, അതുപോലെയുള്ള ത്രോട്ട് വൈബ്രേഷൻ സെൻസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സും അത്തരം ടെക്നോളജീസ് എല്ലാത്തിലും ഒരു കോമൺ ഫാക്ടറായിട്ട് ഞങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു കോംപ്ലക്സ് ഡിസൈൻ തന്നെയാണ്. കോംപ്ലക്സ് ടെക്നോളജിയാണ് എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി കോംപ്ലക്സ് ടെക്നോളജി വരുമ്പോൾ അതിനൊരു ലോങ് ഡ്യൂറേഷൻ തന്നെ വേണ്ടി വരും. അതിൻ്റെ ഒരു യൂസർ ആ ഒരു ഡിവൈസിലേക്ക് ഫ്ലെക്സിബിളായി യൂസ് ചെയ്യേണ്ട ഒരു ടൈം ആകുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഡിവൈസ് വളരെ സിമ്പിളായിട്ടൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ കൺവേ ചെയ്യാനുള്ള മെസ്സേജ് ടെക്സ്റ്റായിട്ട് നോർമൽ പേഴ്സണിലേക്ക് അയക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു കീപാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പോർട്ടബിൾ ഡിവൈസായിട്ട് ഈ ഡെഫ് ആൻഡ് പേഴ്സണെ കൊണ്ടുനടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു പ്രോട്ടോടൈപ്പ് ആയിട്ട് ഇത്രയും ബൾക്കിനെസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ആക്കിയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ആൾക്ക് തന്നിട്ടുള്ള കീപാഡിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം മെസ്സേജിൻ്റെ ഔട്ട്പുട്ട് മെസ്സേജിൻ്റെ ഓഡിയോ സിഗ്നൽസ് ആയിട്ട്, അതായത് ഓഡിബിൾ ഫോമാറ്റിൽ എൻഡ് യൂസറിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതോടൊപ്പം ഒരു പ്രെഡിക്ഷൻ ടെക്നോളജിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റിംഗ് പ്ലസ് പ്രെഡിക്ഷൻ ടെക്നോളജി ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഈ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാവണം എല്ലാ ഡിലേസ് അവോയ്ഡ് ചെയ്യാൻ പ്രെഡിക്ഷൻ ടെക്നോളജിക്ക് പറ്റും. അതൊരു ഇൻ്റലിജൻറ്റ് അൽഗോരിതം ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു അൽഗോരിതം ബേസ് ചെയ്തിട്ട് യൂസർ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോകുന്ന ലെറ്റർ അല്ലെങ്കിൽ വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ദെൻ അതിൻ്റെ റിവേഴ്സ് പാത്ത് എന്ന് പറയുമ്പോൾ അത് ഫ്രം എൻഡ് യൂസർ ടു നമ്മുടെ ഡിസേബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസേബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ സിഗ്നൽസ് ആണ് റിസീവ് ചെയ്യുന്നത്. ഈ ഓഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്തതിന് ശേഷം ഓഡിയോ സിഗ്നൽസ് അതിൻ്റെ ഒരു സ്യൂട്ടബിൾ ഫോർമാറ്റ്, അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട്. ഈ ഒരു പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ വേറെ സ്ട്രോങ് ഫാക്ടേഴ്സ് വേറെ ഞങ്ങൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുവന്നതാണ് ഒരു വൈബ്രേഷൻ മോഡ്. അതായത് ഈ ഒരു ഡിവൈസ് യൂസർക്ക് വൈബ്രേഷൻ മോഡിൽ യൂസ് ചെയ്തും അല്ലാതെയും ഡിസേബിൾ ചെയ്തും എനേബിൾ ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരമൊരു വ്യക്തി എന്തെങ്കിലും ഒരു ക്രൗഡായോ അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള സൗണ്ട് വോയിസ് എല്ലാവരും ഇദ്ദേഹത്തിലേക്ക് ഒരു അലർട്ട്നെസ് കൊടുക്കുന്നതിനായി ഈ ഒരു വൈബ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസേബിൾ ചെയ്തും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ യൂസർക്ക് ലഭിക്കുന്നതാണ് ഈ വൈബ്രേഷൻ മോഡിലൂടെ. കൂടാതെ ഞങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ്, ഒരു ലിമിറ്റേഷനായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതാണ് ഒരു മൾട്ടിപ്പിൾ യൂസേഴ്സ് വന്നാലുള്ളതിൻ്റെ പ്രശ്നം. ഒരു മൾട്ടിപ്പിൾ യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനൊരു ഞങ്ങളുടെ ഈ ഓഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാൻഡ് വിഡ്ത്തിൽ എത്ര മൾട്ടിപ്പിൾ യൂസേഴ്സ് വന്നാലും ഈ ഓരോ സ്പെസിഫിക് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ഓരോരോ യൂസേഴ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ എപ്പോഴും യൂസേഴ്സിന് ഓപ്പറേഷൻ നടക്കുകയുള്ളൂ, അല്ല കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് യൂസേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനുള്ള കൊളാഷും ആ ഇൻ്റർഫറൻസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ചാറ്റിംഗ് പോലെ നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാറ്റിൻ്റെ കോൺടാക്ട്സിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജ് പ്രോസസ്സിംഗ് വഴി ഈ ക്യാമറ ആളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യുകയും അതിൻ്റെ കോൺടാക്ട്സ് ലിസ്റ്റിൽ സേവ് ചെയ്യുകയും ചെയ്യുന്നു.